150 വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാർന്നവരുണ്ടായിരുന്നു. ആ കാർന്നവര് തഞ്ചാവൂരിൽ നിന്നങ്ങണ്ടൊരു നൃത്തക്കാരിയെ മേടമേ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. யாரது யாரது? யாரது? நான் சங்கரன் தம்பி. நீ யாரு? நானா? சண்டாளா, என்னையா யாருன்னு கேக்குற? நான் தாண்டா நாகவல்லி. எதுக்காக வந்த? உன்னை கொல்றதுக்கு, உன்னை கொன்னு உன் ரத்தத்தை குடிக்கிறதுக்கு. வரப்போற துர்காஷ்டமி அன்னைக்கு நான் உன்னை கொல்லுவேன். அப்பத்தான் ஆத்திரம் அடங்கும். അപ്പൊ ദുർഗാഷ്ടമി എന്നേക്ക് വാ. ഇപ്പൊ പോ നാഗവല്ലി, പോ. ഞാൻ പോവില്ല. അങ്കനമാ മൗലി മണി തിങ്കളാസെ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടുംബാലേ മാണിക്യവാസക മൊഴിക നൽകി ദേവി. മാണിക്യവാസക മൊഴിക നൽകി ദേവി. ഇളങ്കോവടികൾ ശീലംബു നൽകി. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ആന എവളെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റിക്കളയും. കരഞ്ഞ കോഴിന്റെ മണം. അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയായിരിക്കും. അതാണ് വെച്ച മണം അല്ലേ? പോയി കിടന്നു ഉറങ്ങു വേണ്ടേ? ഊട്ടിപ്പട്ടണം ഓട്ടിക്കട്ടണം சொன்ன வாட எங்க கட்டடம் சிங்க கட்டடம் சும்மா இருட நம்ம ராசா. എന്നല്ല, ആരാ മനസ്സിലായില്ല? കാർത്തുമ്പി. ആരും കാറ് തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പിന്ന്. നിന്റെ പേര് ഊരുമെന്ന് എനിക്കറിയണ്ട. എന്തിനാ വണ്ടി കയറിയിരിക്കുന്നതാ ചോദിച്ചേ? എന്നോട് കേറിയിരുന്നോളം പറഞ്ഞു. ആര്? ആ, ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാൽ കയറിയിരിക്കാനുള്ള വണ്ടി ഒന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങ വേണ്ടേ? പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ആര്? ഒരമ്മാവൻ. ഏതമ്മാവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ. പോയി ചോദിക്ക്, അയാളാ ഷാപ്പിലുണ്ട്. ഷാപ്പിൽ? ദേ വരുന്നു. അങ്ങോട്ട് ചോദിച്ചോളൂ, എന്താ ചോദിക്കണമെന്ന് വെച്ചാ. അമ്മാവാ. ഇയാൾ എന്തൊക്കെയോ പറയുന്നു. മര്യാദയ്ക്ക് സംസാരിച്ച് ചവിട്ടേണ്ട.
ഇയാളാണോ ഈ പെണ്ണിന്റെ കാശ് അയ്യോ വാങ്ങിച്ചത്? അമ്മാവൻ കാശൊന്നും വാങ്ങിയില്ല. താല്ലേ പറഞ്ഞ അമ്മാവൻ കാശ് വാങ്ങിച്ചത്? പിന്നെ ഇയാളാരെ? ഇത് എന്റെ അമ്മാവനാ. പിന്നെ അമ്മാവൻ കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. അമ്മാവൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ ഞാൻ എപ്പോഴാണ് ഇതിന്റെ കാശ് വാങ്ങിച്ചത്? അയ്യോ, അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞു അമ്മാവൻ കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞു. എന്റെ അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പിന്നെ എന്റെ അമ്മാവൻ കാശ് വാങ്ങിച്ചത്? തുളച്ചി നുണ പറയുന്നോ? നുണച്ചിനെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ നുണ പറയുന്നതിന് എന്ത് വിളിക്കണം? സത്യമാമെന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞത് നേര് തന്നെയാ. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാൻ ആരാണെന്ന്? താൻ ആരാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. അമ്മാവാ, എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. ഞാൻ അമ്മാവാ, കള്ളു കുടിച്ചിട്ട് ഒരു തോന്നിവാസം പറയരുത്. നിങ്ങളുടെ കൂടെ വന്ന് എന്നെ വേണം പറയാൻ. ഇന്ദു വേഗം മാടി. അരി അടുപ്പത്ത് തിളയ്ക്കുന്നു, കറിക്ക് അരിഞ്ഞു തീർന്നിട്ടില്ല. അതവിടെ കിടക്കട്ടെ. ദേ അങ്ങോട്ട് നോക്ക്. യോ ദേ യമുന എന്നെ നോക്കി ചിരിക്കുന്നു. പിന്നെ മാത്രമല്ല എല്ലാരും നോക്കി വച്ചിരിക്കുന്നു. ഹായ്. അയ്യോ യമുന നമ്മളെ നോക്കി കൈ വീശുന്നു. ഹായ്, എന്നെ തെരിയുമാ? എന്നെ അറിയുമോ? എടി അരിയുമോന്ന്. കത്തി താഴെയിടും, കത്തി താഴെയിടും. ഇല്ല, അറിയില്ല. ഡു യു നോ മീ? അറിയുമോന്നാ ചോദിക്കണേ. അറിയും, നന്നായിട്ട് അറിയും. അയ്യോ സിസ്റ്റേഴ്സ്. മനസ്സിലായില്ലേ? നമ്മള് സിസ്റ്റേഴ്സ് നേഴ്സുമാരാണെന്നാ ചോദിച്ചത്. ഓടി, നമ്മള് സഹോദരിമാരാണെന്നാ ചോദിച്ചത്. അല്ല, ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാ. നൈസ്. നീങ്ക ഒരേ വീട്ടിലേ കൊടുത്തനോ? കുടിക്കാൻ എന്തോരോ വേണമെന്നാ ചോദിക്കുന്നേ. കാപ്പിണ്ട് മതിയോ? മണ്ടത്തിന് പറയാടി, പാലല്ലേ കുടിക്കൂ. നീങ്ക ഒരു വീട്ടിലാണോ താമസം? ആഹാ, എന്ന ഒற்றுമൈ. യോ ഗുഡ് നെയിം? ഗുഡ് നൈറ്റ്. അയ്യോ, അവര് പേരാ ചോദിച്ചത് തന്നെ. ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി. ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഓവർ സ്മാർട്ട് ആവണ്ട, ഞങ്ങളുടെ പേര് പറയാൻ ഞങ്ങൾക്കറിയാം. ഇളയതാന്ന് പറയാൻ ഒരു പ്രായമൊന്നും ചോദിച്ചില്ലല്ലോ. ഹലോ, ഫ്രീ ആകുമ്പോ വീട്ടിക്ക് വാങ്ക. എപ്പോഴാ വരേണ്ടത്? ഇന്നേക്ക് ഷൂട്ടിംഗ് മധ്യാഹ്നം വരയ്ക്കുന്ന. Why not you make it today afternoon? Sure, we will come. അങ്ങനെ ഒരാൾ മാത്രം ഞെളിഞ്ഞു പോണ്ട. I is come. Thank you. ശുക്രിയ. Okay, see you. ഏഷ്യാനെറ്റിൽ പുതിയ പരമ്പര ചന്ദനമഴ. നിങ്ങളുടെ ജനാലയിലൂടെ ഒന്ന് ഒളിഞ്ഞു നോക്കൂ. അയൽപക്കത്തെ പൂമുഖത്തേക്ക്, ആ വീട്ടിലെ അടുക്കളയിലേക്ക്. ഈ കഥയെയും കഥാപാത്രങ്ങളെയും നിങ്ങൾക്ക് അവിടെ കാണാം. അത് ഒരു വ്യത്യസ്തമായ സാമ്രാജ്യം. അമൃത, അർജുന് ഒന്ന് കുങ്കുമം തൊട്ട് കൊടുക്കണം. ആരെങ്കിലും ഓടി വരണേ. അമ്മേ. അയ്യോ അയ്യോ, ഒന്ന് മാറി നോക്കട്ടെ. മാറി. അയ്യോ എന്റെ ദൈവമേ. നാഗരാജ, ഇദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. ഇതെന്റെ ഭർത്താവാ. എന്നെ വിധവയാക്കരുത്. സുമംഗലിയായിരിക്കാൻ അനുഗ്രഹിക്കണം. എന്റെ ഭർത്താവിന് ഒന്നും ചെയ്യരുത്. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ
അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? രണ്ടുപേരും എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞില്ല. അല്ല, ഇതൊക്കെ തന്നെ. അതെ, വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. എങ്കിൽ എനിക്ക് പോവാലോ. ഞാൻ പോന്നു. എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിട്ടാ മീര വന്നത്. അതിനിടെ വലിഞ്ഞേറി വന്നതിനാ? അമ്മാളുവിനെ കൊണ്ട് തിരിച്ചു കൊണ്ടുവിടുന്ന പറഞ്ഞ ശരിക്ക് വലിഞ്ഞേറി വന്നത് ആരാ? ഞാനാണോ? അമ്മാളുവിനെ എഴുന്നള്ളിപ്പിച്ചുകൊണ്ടുവന്ന ആരാ? ഞാനാണോ? പറ, ഞാനാണോ? ഇത്തിരി ലിറ്റററി സെൻസുള്ള ഏത് ദരിദ്രവാസിക്ക് മനസ്സിലാവും ഞാനും മീരയും തമ്മിലുള്ള ബന്ധം? പിന്നെ ഒരു ബന്ധമില്ല. ഞാൻ കൃഷ്ണൻ, പണ്ടേ കൃഷ്ണ ഭക്തയ മീര. വെറും ഭക്തയല്ല, സാക്ഷാൽ കാമുകി ഭാവമുള്ള ഭക്ത. മനസ്സിലായ? സമ്മതിച്ചു. പക്ഷെ ആരായി കൃഷ്ണൻ? സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ വെറുമൊരു മൈനർ മനുഷ്യാവതാരം മാത്രമാണ് ഈ കൃഷ്ണൻ. മീര ആരാധിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിനാണ്. അതായത് മഹാവിഷ്ണു എന്ന ഹരി, ഹരി എന്ന മഹാവിഷ്ണു. അതായത് തന്നെ അത് സാക്ഷാൽ ഹരി മാത്രം തീരുമാനിച്ച പോലെ മീരയും തീരുമാനിക്കണം. മീര എന്ന് തീരുമാനിച്ചു കൃഷ്ണന്റെ ആണെന്ന്. അല്ല ഹരിയുടെ. കൃഷ്ണന്റെ ആണ്. അല്ല ഹരിയുടെ ആണ്. അല്ല ഹരിയുടെ ആണ്. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിതേ. പണ്ടത്തെ പാട്ടുറങ്ങും ഒരു മൺവീണയാണെന്റെ മാനസം. അന്നെന്നിൽ പൂവണിഞ്ഞ മൃദു സല്ലാപമല്ലോ നിൻ സ്വരം. എന്നിട്ടും നീ എന്നോടിന്നും മിണ്ടാത്തതെന്താണ്? പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിത. ആരാ? ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാനൊരു വഴിപോക്കനാ. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ. അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവ്വോ? സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കോലത്തെ അടിച്ചളിക്കാരിയാ. ദേ, ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലായതുകൊണ്ടേ അതിനുള്ള മറുപടി ഉണ്ണിമായ പറയണില്ല. അടിച്ചളിക്കാരി. കോലത്തെ തമ്പുരാട്ടിയാടോ മാഷേ? അതേതാ ടീച്ചറെ? ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത്. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. കണ്ടാലും പറയും ഒരു തമ്പുരാൻ. കോലോമാൻ ചാളുടെ ബാല്യക്കാരനാ ആയിരിക്കും. മൂർത്തിയെക്കാളും വലിയ ശാന്തിയുള്ള കാല. മുന്നിന്ന് മാറുക തമ്പുരാൻ. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക, എന്നിട്ട് പെണ്ണെന്ന് പേരും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ ഈ കുറുമ്പത്തി? ഗുരുവാ
തുടങ്ങി ഓരോരുത്തര്. ബാലാമണി ഇത് കത്തണൂല്ല. എന്താടി ചുന്തിരിമണി? ഇതെപ്പ ചൂടാവാൻ ഈ സാധനം? ആ കാപ്പിയുടെ വെള്ളായോ? കോപ്പി ഞാൻ നിങ്ങളെ കുടിപ്പിക്കാം പണ്ടാരം. കുറെ നേരമായല്ലോ നീ കിടന്ന് ഉന്താൻ തുടങ്ങിയിട്ട്. എന്നാ പിന്നെ നിങ്ങൾ കുറച്ചേരം വന്ന് ഉന്തി നോക്ക്. എന്താ 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 നീ കിടന്ന് ഞൊടിയണേ? ആവണു, ഇപ്പൊ ശരിയാക്കി തരാം. ഈ കാപ്പി എന്ന് പറഞ്ഞ വെറും കാപ്പിയല്ലല്ലോ. എടി പെണ്ണേ, പുളിമുറിയിലേക്ക് ഇച്ചിരി ചൂടുവെള്ളം കൊണ്ട് വെക്കാൻ പറഞ്ഞിട്ട് നീ ഇവിടെ എന്തെടുക്കാ? ഇന്നലെ നീ എന്തെണ്ണ കൊണ്ടാ പപ്പടം കാച്ചിയത്? വെറുതെ മോളിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് വരിക. കേശവനാര് കളത്തിന്നുണ്ടെന്നല്ല അസല് വെളിച്ചെണ്ണയാ ചക്കിലാട്ടിയത്. എന്നാ എണ്ണയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. പാറോമയ്ക്ക് നീ എന്തെണ്ണ പിടിക്കുക? നാളെ കൈക്കുളത്തറയെന്ന് കൊണ്ടുവന്ന എള്ളെണ്ണയ്ക്ക് എന്തോ ദോഷം പറഞ്ഞൂലോ. ദോഷമുള്ളത് കൊണ്ട് തന്നെയാ പറയണത്. കണ്ടത് പറഞ്ഞ കഞ്ഞിയില്ല, കോങ്കണ്ണിയമ്മേ പിച്ചനരിൻ. ഞാനൊന്നും പറഞ്ഞില്ലേ. കുട്ടി എന്താ ചേച്ചി? കുട്ടി ഇതിനു മുമ്പ് വേറെ ഒരുപാട് വീട്ടിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ ഭർത്താക്കന്മാരൊക്കെ കുട്ടിയോട് എങ്ങനെയായിരുന്നു പെരുമാറ്റം? ഭർത്താക്കന്മാരൊക്കെ വളരെ സ്നേഹത്തോടെയാ പെരുമാറിയിരുന്നത്. പക്ഷേ ഭാര്യമാരൊക്കെ ഒരു വകയായിരുന്നേ. അല്ല, കുട്ടി എന്തിനാ സാരി ധരിച്ചിരിക്കുന്നേ? അയ്യോ, എന്താ? സാരിയേക്കാൾ ഐശ്വര്യം ചുരിദാറാ. ശരീരം മുഴുവൻ കവർ ചെയ്യുന്നതുകൊണ്ട് പറയല്ല കേട്ടോ, അതൊരു ഐശ്വര്യ. അപ്പോ ചേച്ചിക്ക് വേണ്ടേ ഈ ഐശ്വര്യം? അതെ. എന്താ ചേച്ചി? കുട്ടിക്കറിയോ, വടക്കേ ഇന്ത്യയിൽ ഒരു വീട്ടില് വീട്ടുകാരന്റെ അടുത്ത് അവിടുത്തെ ജോലിക്കാരി അറിയാതൊന്ന് സംസാരിച്ചു. എന്തോ വീട്ടുകാര്യം മതിയല്ലോ. അന്ന് രാത്രി കാവില് വിളക്ക് വെക്കാൻ പോയ അവളെ പാമ്പ് കൊത്തി. അതെങ്ങനെ നിനക്കറിയാം? മുമ്പ് ഇവിടെ നിന്ന ബിന്ദു പറഞ്ഞായിരുന്നു. ഓ, അപ്പൊ എല്ലാം അറിയാം. കഷ്ടം. കാലം പാടാൻ വന്നു നീയും, പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും. ഈശ്വര, ഇങ്ങനൊരു പ്രാന്തം വായി നോക്കിയാണല്ലോ എനിക്ക് കിട്ടിയത്. പ്രാന്തം വായി നോക്കി നിന്റെ അച്ഛൻ. അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, പൊന്നാട്ടിനപ്പുറത്തു നിന്നു പുന്നാരം ചൊല്ലി നീ വന്നു. എടാ, ഞാനോളെ കണ്ടടാ. ആരാ? എടാ, നമ്മൾ ഈ കൽക്കണ്ട കനിന്നൊക്കെ പറയൂലേ, അതുപോലത്തെ ഒരു ചെറിയോള് ഏർന്ന്. ഞാൻ ഇന്നലെ പയ്യാമ്പലം ബീച്ചിൽ പോയില്ലായിരുന്ന, അപ്പൊ അവിടുന്ന് കണ്ടിയാന്ന്. എന്റെ മോനെ, ഇനി മക്കാറക്കടന്ന് കാര്യം വരെ ഋഷി. എന്റെ പൊന്നു ചെങ്ങായി, ഇനിയിതൊന്ന് സബൂറായിട്ടിരുന്ന് കേക്ക്. കുഞ്ഞില്ലേ ഔക്കാന്റെ പോളാ, ബാപ്പാന്റെ സ്വർണ്ണ കനിയാന്ന്, ആങ്ങള മാർക്കൊക്കെ വീര്യ, ഉമ്മാന്റെ എമ്പറി പോളാന്ന്. പഠിക്കുന്ന വലിയതോ സ്ഥലത്താന്ന്. അൽഹംദുലില്ലാ പഠിക്കണ്ടല്ലോ അല്ലേ. ഹൈറ് പയ്യാൻ പറ്റാന്നുള്ള വീട്, എള്ളിന്റെ നിറമുള്ള ഓള്, കൺമശി ഓളുക്ക് മാണ്ട, തക്കാളി ചോപ്പുള്ള ചുണ്ട്, ചില്ലിന്റെ കൂട്ടില് വെക്ക. ഓളെ കണ്ടപ്പോ തന്നെ പിരാന്തായി, ഓള നോക്കിയ പൂതി മാറൂല. കാക്കാന്റെ വീടിയതാ കണ്ടെ, കണ്ടപ്പോ നെഞ്ചി പിടഞ്ഞേ, മൊത്തത്തിലാകെ തളർന്നേ. നിക്കാഹ് കയ്യല്ലേ റബ്ബേ, മഹരില്ല റബ്ബയെ കാത്ത്. എനക്കോളെ കെട്ടണമല്ല, ഈ കാര്യം പരിഗണിക്കപ്പ. ഈയല്ല താരപ്പനക്ക് കൈവിട്ടു പോവറേ അല്ല അല്ല. കൽക്കണ്ട കനിയെ നിന്നെ കണ്ടപ്പോ തൊട്ടെന്റെ ഉള്ളിൽ കാറ്റാണോ കൊടുങ്കാറ്റാണോ വന്നു വീശിയത്. മംഗലം കഴിക്കാം നിന്നെ മണവാട്ടിയാക്കാം, എന്റെ കൽവിലെ ഹൂറിയാവാൻ പോരുന്നോ നീയേ.
മനോഹരി മനോഹരി വന്നല്ലോ ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സ് വന്നു കൊല്ലുന്നല്ലോ ഫീലിങ്സ് ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സ് വന്നു കൊല്ലുന്നല്ലോ ഫീലിങ്സ് ഫീലിങ്സ് Shake it up, shake it up, baby, shake a little off that body. Shake it up, shake it up, shake it up. Pump it up, and make a little off that body. Pump it up, pump it up. മിഴിമുന നെഞ്ചിൽ കൊണ്ടു കറുകറുത്തു ഞാൻ ചിരിമഴ നനയുമ്പോൾ വെളുവെളുത്തു മിഴിമുന നെഞ്ചിൽ കൊണ്ടു കറുകറുത്തു ഞാൻ ചിരിമഴ നനയുമ്പോൾ വെളുവെളുത്തു പാടി വരും പാദസരം താളമിടും കൈവളകൾ പൂക്കനവേ തേനിലവേ കൂടെ വരും നീ മദനശരം പോലെ വരാം ചുഷകം ഞാൻ പകരാം നീതിരെ വന്നാൽ എല്ലാം ഏകാം ഞാൻ പസപസലേ പെണ്ണേ രംഗി രംഗി രംഗീല സോനാ സോനാ നീ ഒന്നാം നമ്പർ അടിമുടി വടി വഴകിൽ ഒന്നാം